കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസ് അതിജീവിതയെ പിന്തുണച്ച നഴ്സ് PB അനിതയ്ക്ക് വീണ്ടും നിയമന ഉത്തരവ് നൽകാൻ സർക്കാർ DMAക്ക് നിർദ്ദേശം നൽകി. കോടതിയുടെ അന്തിമ തീരുമാനം വരും വരെ കോഴിക്കോട് നിയമനം നൽകും. തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്നും തിരികെ ജോലിയിൽ പ്രവേശിക്കുന്ന ദിവസം സമരം നിർത്തുമെന്നും PB അനിത പറഞ്ഞു. അല്ല, നടപടി ഉണ്ടാവണം. കാരണം ഞാൻ ഇതിനു മുന്നേ സ്റ്റേ ഓർഡർ വാങ്ങി ഇവിടെ വന്നപ്പോഴും നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, കുറേ താമസം. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും എന്നെ നിയമിച്ചിട്ടുമില്ല. അപ്പോൾ എനിക്ക് ഇവിടെ ഓർഡർ കിട്ടി. പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്ന് എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷമേ ഞാൻ സമരം നിർത്തുള്ളൂ. വീഴ്ചയുണ്ടായെങ്കിൽ എന്നെ വീണ്ടും നിയമിക്കില്ലല്ലോ. അതിൽ നിന്ന് മനസ്സിലാവില്ലല്ലോ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് മാഡത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളത്. വനിതാ മന്ത്രി ഒരു വനിതാ ജീവനക്കാരിയായ എൻ്റെ സത്യസന്ധതയും നീതിപൂർവമായ പ്രവർത്തനം വിലയിരുത്തിയില്ല എന്ന് തന്നെയാണ് ഞാൻ ആ സമയം വിചാരിച്ചത്. ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. ദീപക്, ഒരു വൈകാരിക വിഷയമാണ്. അതിജീവിതം തന്നെ നഴ്സിന് പിന്തുണയുമായി സമരമുഖത്തുണ്ടായി. തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്തപ്പോൾ തീരുമാനം പെട്ടെന്ന് കോടതി വിധിക്ക് മുൻപ് എന്നതിലേക്ക് എത്തി. അതിലെ സത്യം ദീപക്? അതുതന്നെയാണ്. അതായത് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം വരുന്നു. അതിജീവിത തന്നെ രംഗത്ത് എത്തിക്കൊണ്ട് ഈ നഴ്സ് PB അനിതയ്ക്ക് പിന്തുണയുമായി വരുന്നു. രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ, പ്രതിപക്ഷത്തുള്ള BJPയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് എത്തുന്നു. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ എന്നാൽ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് DME ഉൾപ്പെടെയുള്ളവർ PB അനിതയ്ക്ക് നിയമനം നൽകുന്നതിനെതിരായിരുന്നു. കാരണം അവരുടെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ഇവരുടെ വീഴ്ച ചൂണ്ടിക്കാണിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം. മാത്രവുമല്ല, ഈ ഹൈക്കോടതി ഉത്തരവിന് എതിരെ റിവിഷൻ ഹർജി നൽകി. ആ റിവിഷൻ ഹർജിയിൽ അന്തിമ തീരുമാനം വന്നതിന് ശേഷം മതി നിയമന കാര്യങ്ങൾ എന്നുള്ളതായിരുന്നു DME ഉൾപ്പെടെയുള്ള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. പക്ഷേ എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി ഇതിൽ ആരോഗ്യമന്ത്രി ഇടപെടുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജും അദ്ദേഹത്തിൻ്റെ PS സജീവനും ഇടപെടുന്നു. അതിനുശേഷം ചില കൂടിയാലോചനകൾ നടക്കുന്നു. നമുക്ക് ലഭ്യമാവുന്ന സൂചന അനുസരിച്ച് AG ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ മറ്റ് പരിഗണനകളില്ലാതെ നിയമവിധേയമായി അന്തിമ വിധി വരുന്നതുവരെ കോഴിക്കോട് നിയമനം നൽകാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകുന്നു. അത്തരത്തിലുള്ള നടപടി ഉണ്ടാകണമെന്ന് പറയുന്നു. ഇതിനുശേഷം ഫയൽ ആരോഗ്യമന്ത്രിക്ക് വരുന്നു. ആ ഫയലിൽ ആരോഗ്യമന്ത്രി രേഖാമൂലം അന്തിമ വിധി വരുന്നതുവരെ കോഴിക്കോട് അടിയന്തരമായി നിയമനം നൽകണം, അതിന് നിയമ നടപടികൾ പൂർത്തിയാക്കി നിയമനം നൽകണമെന്ന നിർദ്ദേശം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫയലിൽ കുറിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ PB അനിതയുടെ വിഷയം പരിഗണിച്ച് പെട്ടെന്ന് തന്നെ ഉത്തരവിറക്കാൻ വേണ്ടിയുള്ള നിലപാടിലേക്ക് മാറിയത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിവാദം കൂടുതൽ കൊണ്ടുപോകേണ്ടതില്ല എന്ന തിരിച്ചറിവ് അല്ലെങ്കിൽ എന്ന നിലപാട് തന്നെയായിരിക്കാം ഇത്തരത്തിൽ മന്ത്രിയുടെ ഇടപെടലിന് കാരണമായത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. ആഷ്മി, ദീപക്, അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സ്, അതായത് നീതിക്ക് വേണ്ടി നിന്നൊരു നഴ്സ് അനീതി പ്രകാരം പുറത്തു നിൽക്കേണ്ടി വന്നു എന്നൊരു വൈകാരിക പ്രശ്നം അപ്പോഴും അവിടെ ഉണ്ട് ദീപക്. തീർച്ചയായും ഇതിലൊരു അനീതിയുടെ പ്രശ്നമുണ്ട്. കാരണം ഹൈക്കോടതി ഉത്തരവ് വന്നാൽ പിന്നീട് അത് വൈകിപ്പിക്കേണ്ടതില്ല എന്നുള്ളത് ഒരു പൊതുബോധമാണ്. പൊതുജനങ്ങൾ ആ രീതിയിൽ ഇടപെടുകയും ചെയ്തു. പക്ഷേ എന്നാൽ അതിന് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പറയാൻ കാരണങ്ങൾ അനവധിയാണ്. കാരണം ഒന്ന്, ഈ അതിജീവിതയ്ക്കൊപ്പം നിന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിജീവിതയ്ക്ക് നോംസ് പ്രകാരം ഒരുക്കേണ്ട, ക്രമപ്രകാരം ഒരുക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ PB അനിത ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം അതിജീവിതയാണെന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ ഐസൊലേറ്റ് ചെയ്യണം. അവരുമായി മറ്റുള്ളവർ ഇടപെടുന്നതിന് കൃത്യമായി നിരോധനം ഏർപ്പെടുത്തണം, സുരക്ഷാ ക്രമീകരണം വേണം. ഇത്തരത്തിലുള്ള നോംസുകളൊന്നും തന്നെ ഈ അവിടുത്തെ ഉണ്ടായിരുന്ന അത് നോക്കേണ്ട PB അനിത ചെയ്തില്ല എന്നുള്ളതാണ് അവർക്കെതിരായ ആരോപണം. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഹൈക്കോടതി ഉത്തരവ് വന്നാൽ സ്വാഭാവികമായും അതിനെ മാനിച്ചുകൊണ്ട് അവർക്ക് അനുകൂല നടപടി പെട്ടെന്ന് നൽകേണ്ടതായിരുന്നു. പക്ഷേ എന്നാൽ DME ഉൾപ്പെടെ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥ വൃന്ദം ഒന്നടങ്കം അത് ചെയ്തില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നലെ മോർണിംഗ് ഷോയിൽ ആഷ്മി ഓർക്കുന്നുണ്ടാകും, SKN ഉൾപ്പെടെ ഈ വിഷയത്തിൽ മന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെടുകയായിരുന്നു. ഏതായാലും ആരോഗ്യമന്ത്രി ഇന്നലെ രാത്രി മുതൽ ഇടപെട്ടു. ഇന്നിപ്പോൾ അവർ രേഖാമൂലം നിർദ്ദേശം DMEക്ക് നൽകിക്കഴിഞ്ഞു. നിയമപരമായ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് അവർക്ക് അടിയന്തരമായി കോഴിക്കോട് തന്നെ നിയമനം നൽകാൻ വേണ്ട നടപടി സ്വീകരിക്കണം എന്നതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫയലിൽ കുറിച്ചതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഏതായാലും ഈ വിവാദം ഇതോടുകൂടി അവസാനിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. നിയമന ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ, നിയമനം ലഭിച്ചാൽ ഉടനെ സമരം പിൻവലിച്ച് പ്രവൃത്തിയിൽ ഏർപ്പെടുമെന്ന് PB അനിതയും അല്പം മുൻപ് മാധ്യമങ്ങളോട് മെഡിക്കൽ കോളേജിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. ആഷ്മി, മിഥുന പാലം കൂടി ചേരണം. മിഥുന, ഞാൻ മനസ്സിലാക്കുന്നത് PB അനിതയുടെ കൂടെ ഉണ്ടെന്നാണ്. അപ്പോൾ ഹൈക്കോടതി ഉത്തരവിന് ശേഷവും മന്ത്രി പറഞ്ഞത് മേൽനോട്ടത്തിൽ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ്. ഒടുവിൽ ജനരോഷമുയരുന്നു, അതിജീവിത രംഗത്ത് വരുന്നു, ട്വിസ്റ്റ് ആവുന്നു. അനുകൂലമായ ഉത്തരവിനോട് അനിതയുടെ പ്രതികരണം എന്താണ്? ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ 6ാമത്തെ ദിവസമാണ് ഇന്നൊരു സമരം. ഈ ഒരു സമരത്തിനൊടുവിൽ ഇവരുടെ ഒരു സമരത്തിന്റെ വിജയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവർക്ക് വീണ്ടും നിയമന ഉത്തരവ് നൽകാൻ വേണ്ടി ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം DMEക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൽ അനിത സിസ്റ്റർക്ക് പറയാനുള്ളത്? നമുക്ക് നോക്കാം. എന്താണ് ഇതിൽ പറയാനുള്ളത്? സർക്കാരിൻ്റെ ഈ നിലപാട് ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എനിക്ക് നീതി ലഭിച്ചു എന്നുള്ളതാണ്. സത്യസന്ധമായ സമരമായിരുന്നു ഇത്.
അതിൽ സത്യം വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എനിക്കിവിടെ നിയമനം നടത്തി എന്ന് പറഞ്ഞാലും ഈ റിപ്പോർട്ട് ഇവിടെ വന്ന് എന്നെ ജോയിൻ ചെയ്യിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ സമരം നിർത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇവർ വീണ്ടും അതിൽ കളിക്കും. സർക്കാർ റിപ്പോർട്ട് തന്നാലും ഇവിടുത്തെ NGO യൂണിയൻ നേതാക്കൾ, ഈ പ്രിൻസിപ്പൽ ഓഫീസിലെ NGO യൂണിയൻ നേതാക്കൾ എന്നെ ഇവിടെ ജോയിൻ ചെയ്യാൻ ഇനിയും സമയം വൈകിപ്പിക്കുമെന്ന് എനിക്കറിയാം. ഇതിനു മുന്നേ ഞാൻ സ്റ്റേ വാങ്ങി രാവിലെ വന്നിട്ട് എന്നെ വൈകുന്നേരം വരെ എന്നെ നിർത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിട്ടും എന്നെ ജോയിൻ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇവർ എങ്ങനെയും എന്നെ പകപോക്കലിന് വീണ്ടും എന്നെ വേട്ടയാടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ജോലിയിൽ പ്രവേശിച്ചാൽ മാത്രമേ ഈ സമരം നിർത്തൂ എന്നാണോ? അതെ, എന്നെ ജോയിൻ ചെയ്യിപ്പിക്കണം. ഇവിടുന്ന് പ്രിൻസിപ്പൽ ഇല്ല, ലീവിലാണ്. AO ഉണ്ട്. AO സാർ എന്നെ ജോയിൻ ചെയ്യിക്കാൻ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ സമരം നിർത്തൂ. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു അറിയിപ്പ് താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഇതുമായി? ഇതുവരെ എനിക്ക് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞ അറിയിപ്പ് മാത്രമേ എനിക്കറിയൂ. ഇന്നലെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീഴ്ച സംഭവിച്ചതുകൊണ്ടാണ് നടപടിയെടുത്തത്, അതായത് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇപ്പോൾ എന്നെ തിരിച്ചെടുക്കാൻ ആരോഗ്യമന്ത്രി വിടുമ്പോൾ മനസ്സിലാവുമല്ലോ അതിൽ ഞാൻ വീഴ്ച വരുത്തിയില്ല എന്ന് മാഡത്തിന് മനസ്സിലായി എന്നുള്ളത്. മാഡത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. ഇതുപോലെ തന്നെ NGO യൂണിയൻ നേതാക്കൾ അവിടെയും DMEയിലും ഉണ്ടല്ലോ. അവർ എന്തെങ്കിലും തെറ്റിദ്ധാരണ പരത്തിയത് മൂലമാണ് വീഴ്ച വരുന്നത്. ഇതുവരെയുള്ള എല്ലാ എൻക്വയറികളിലും എനിക്കൊരു വീഴ്ചയും പറ്റിയില്ലെന്നാണ് എൻക്വയറി കമ്മീഷനിലെ ആൾക്കാർ പറഞ്ഞത്. DMEയിലെ JDME മാഡം വരെ പറഞ്ഞത് അനിത പരസ്പര വിരുദ്ധമായിട്ടൊന്നും സംസാരിച്ചില്ല, അനിത എല്ലാ എൻക്വയറികളിലും ഒരേപോലെയാണ് സംസാരിച്ചതെന്നാണ്. ജോലിയിൽ പ്രവേശിക്കാൻ തീർച്ചയായും ആഷ്മി, ഇതാണ് അനിതയുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണം. ഈ ഒരു നടപടി, ആരോഗ്യമന്ത്രിയുടെ നടപടിയിൽ സന്തോഷമുണ്ട്. പക്ഷേ അതേസമയം മുൻ അനുഭവങ്ങൾ തനിക്കുണ്ട്. തൻ്റെ നിയമനം വൈകിപ്പിക്കാനുള്ള ഒരു ശ്രമം, ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ട് നിയമനം ലഭിച്ചാൽ മാത്രം, അതായത് ജോലിയിൽ പ്രവേശിച്ചാൽ മാത്രമേ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്ന നിലപാടിൽ അനിത ഉറച്ചു നിൽക്കുകയാണ്. ആഷ്മി, അത് മാർച്ച് 1 അനിതയെ കോഴിക്കോട് നിയമിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ആ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാണ് സർക്കാരിൻ്റെ ആവശ്യം ഉണ്ടായത്. എന്തായാലും നിയമിക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും, അല്ലെങ്കിൽ അനിതയുടെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഹൈക്കോടതി പറയുമ്പോഴും മേൽനോട്ടത്തിൽ പിഴവുണ്ടായി എന്ന് പറയുകയായിരുന്നു മന്ത്രി. പ്രശ്നമുണ്ടാകുന്നു, അവിടെ പ്രതിഷേധമുണ്ടാകുന്നു, അതിജീവിത ആ സമരപന്തലിലെത്തുന്നു, അവർ കണ്ടുകെട്ടിയാണ്. അപ്പോൾ എന്തായാലും നല്ല കാര്യം.